എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണ ഓണം ബോണസായിട്ട് 4500 രൂപ ലഭിക്കുന്നതാണ്. ഇനി ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാരുണ്ടല്ലോ, അവർക്ക് ഉത്സവ ബത്തയായിട്ട് 3000 രൂപയും സർക്കാർ നൽകുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ സർവീസ് പെൻഷൻകാർക്ക് 1250 രൂപയാണ് ഉത്സവ ബത്തയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 17 മുതൽ ഈ തുകകൾ ജീവനക്കാരുടെ കൈകളിൽ ലഭ്യമായി തുടങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മാത്രമല്ല ഈ ഒരു ആനുകൂല്യം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടീജന്റ് ജീവനക്കാർക്കും ഇത് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ ഏക അധ്യാപക വിദ്യാലയങ്ങളിലെയും പെരിപതറ്റിക് വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്കും ജീവനക്കാർക്കും 1550 രൂപ ഉത്സവ ബത്ത ലഭിക്കുന്നതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്യുന്ന ദിവസവേതനക്കാർക്ക് 1460 രൂപയും അങ്കണവാടി ഹെൽപ്പർമാർ, ആടുമാർ, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ എന്നിവർക്ക് 1450 രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന ആനുകൂല്യം കൂടിയുണ്ട്. ഈ ഉത്സവ ബത്തയ്ക്ക് പുറമെ ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് ആയിട്ട് 20,000 രൂപ വരെ വാങ്ങാവുന്നതാണ്. ഈ തുക ഒന്നിച്ച് തിരിച്ചടയ്ക്കേണ്ടതില്ല. അടുത്ത 5 മാസങ്ങളിലായിട്ട് തുല്യ ഗഡുക്കളായിട്ട് ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുകയോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓണച്ചെലവുകൾ സുഗമമായിട്ട് നടത്തുവാൻ ഇത് വലിയൊരു സഹായമായിട്ട് മാറുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.